മോർണിംഗ്. അപ്പോൾ ഇന്ന് മെയ് ലാസ്റ്റ് ഡേ ആണ്, 31st ആണല്ലേ. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ജൂണിലേക്ക് എൻ്റർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു കോട്ടുണ്ട്, കഴിഞ്ഞു പോയവ മരിച്ചതിന് തുല്യമാണ്, എന്തിന് ശവത്തെ ചുമക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പാസ്റ്റ് ഇപ്പോഴും പാസ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് മരിച്ചുപോയി പാസ്റ്റല്ലേ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ശവത്തെ പിടിച്ച് നിർത്തുന്നത്? നമ്മൾ ശവത്തിനെ എടുത്തു വെക്കും, വീട്ടിലില്ല. എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എത്ര പൊസിഷനിലാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഭൂമിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ എന്താ പറയുക, ഭൂമിയിലേക്ക് പോവാണ് ചെയ്യുക, മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്തിനാ നമ്മൾ ചുമക്കണം? അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പാസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. യു ജസ്റ്റ് മൂവ് ഫോർവേഡ്. അവിടെ സ്റ്റക്ക് ആവാതിരിക്കുക. നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്റ്റക്ക്നെസ് നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എനർജി നോക്കാം. നല്ല കാർഡാണ് ഫസ്റ്റ് കിട്ടിയത്. 2 of Cups ആണ്. റീയൂണിയൻ എനർജി. മേ ബി നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ പറയുന്നുണ്ടായിരിക്കും, വന്ന് കാണണം, ഒന്ന് മീറ്റ് ചെയ്യണം അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് റീകൺസിലേഷന്റെ കാർഡാണ് കാണിക്കുന്നത്. റീയൂണിയൻ, റീകൺസിലേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും, സറണ്ടേർഡായി. ഇനി എൻ്റെ ലൈഫിൽ എന്ത് വന്നാലും ഞാൻ ഓക്കെയാണ്, ഐ ക്യാൻ ആക്സെപ്റ്റ് ചെയ്ത് പോകുകയാണ് എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. 2 of Cups ആണ്. 2 എനർജിയാണ്. കപ്സ് വാട്ടർ സൈൻസ് ആണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആണ് വാട്ടർ സയൻസ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സോഡിയക് സൈനിൽ അല്ലെങ്കിൽ നമ്മുടെ ചാർട്ടിൽ എന്തെങ്കിലും വാട്ടറിന്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ഈ ഒരു എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോ ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ചീറ്റിംഗ് ആണ്. ഈ എനർജി നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കച്ചവടമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കേണ്ട സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ചീറ്റിംഗ് കിട്ടുക, അത് നിങ്ങളെ ഒരുപാട് വേദനയിൽ കൊണ്ടുപോകുന്നത് കാണുന്ന 10 of Wands ആണ് കാണുന്നത്. വിഷമം അല്ലെങ്കിൽ സ്ട്രഗിളിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ ബർഡനായിട്ട് പോകുന്നത് നിങ്ങൾ. അതാണ് പറയുന്നത്, പാസ്റ്റിനെ റിലീസ് ചെയ്തിട്ട് പ്രസന്റ് മൊമെന്റിലേക്ക് വരും. ഇന്ന് ഈ മെയ് 31st നിങ്ങൾക്ക് നിങ്ങളോട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നിങ്ങൾ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അതിനു വേണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ, നാളത്തേക്കോ അല്ലെങ്കിൽ ഇന്നലേക്കോ പോവാതിരിക്കുക. പാസ്റ്റും ഫ്യൂച്ചറും, പാസ്റ്റ് കഴിഞ്ഞു, ഫ്യൂച്ചർ വരുന്നതേ ഉള്ളൂ. പ്രസന്റ് എത്ര ബ്യൂട്ടിഫുൾ ആണോ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ടായിരിക്കും ഫ്യൂച്ചർ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, 2 ഞാനത് പറയുമ്പോൾ. നെക്സ്റ്റ് കാർഡ് നോക്കാം. 9 of Swords ആണ്. സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് രാത്രി ഉറക്കത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ്, മൈഗ്രെയിൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്റ്റ് കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കായി, സെപ്പറേറ്റഡ് ആയി, ഡിവോഴ്സ്ഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ദ വേർജ് ഓഫ് ഡിവോഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. രാത്രി ഞെട്ടി എണീക്കുക, പൊട്ട സ്വപ്നങ്ങൾ കാണുക, കാർമിക്സിന്റെ സ്വപ്നം കാണുക, സ്ലീപ്ലെസ് നൈറ്റ്സ് കാണിക്കുന്നുണ്ട്. ക്രൗൺ ചക്ര ബ്ലോക്ക് ഡൗണിലൊക്കെയാണ്. നന്നായിട്ട് സ്ലീപ്പ് മ്യൂസിക്സ് കേൾക്കാം. നിങ്ങൾക്ക് ഓം ചാൻഡിങ് ഒക്കെ ചെയ്തിട്ട് കെടുക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ട് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എനർജി. 2, 7, 9, 10 ഒക്കെയാണ് നമ്പേഴ്സ് കാണിക്കുന്നത് കേട്ടോ.